ശർമ്മ സാർ, ഞാനൊരു വീട് കണ്ടു. അത് വാങ്ങുന്നതിന് കയ്യിൽ പണം വേണം. ഞാൻ എൻ്റെ മൊത്തം ആസ്തിയുടെ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് 2 വർഷം മുമ്പ് എടുത്ത ഒരു യൂണിറ്റ് ലിങ്ക് പോളിസി എൻ്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലായത്. അത് സറണ്ടർ ചെയ്ത് അതിലെ പണം തിരിച്ചെടുക്കാൻ ഞാൻ ആലോചിക്കുന്നു. അതിനായി ഞാൻ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു കത്ത് അയക്കുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്തു. സാർ, പക്ഷേ 3 വർഷം കഴിയുന്നതുവരെ താങ്കളുടെ പോളിസി സറണ്ടർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇതെനിക്കറിയില്ലായിരുന്നു. ഈ വിവരങ്ങളൊന്നും ആരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ, പക്ഷേ പാസ്സാക്കുമ്പോഴും ഞാൻ താങ്കളോട് പറയുക പോളിസി സറണ്ടർ ചെയ്യരുതെന്നാണ്. മോഹൻ, ഈ ഇൻഷുറൻസ് കാര്യങ്ങളിൽ നിനക്ക് നല്ല പരിചയമുണ്ടല്ലോ. എനിക്ക് നിന്റെ സഹായം വേണം. ഞാൻ ആ 2 വർഷം മുമ്പ് എടുത്ത യൂലിപ്പ് സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കും. പക്ഷേ ആ ഇൻഷുറൻസ് കമ്പനി അതിന് അനുവദിക്കുന്നില്ല. ശരിയാണ് രഞ്ജൻ, നീ പോളിസി എടുത്ത സമയത്ത് അതിന് 3 വർഷത്തെ ലോക്കിൻ കാലയളവുണ്ടായിരുന്നു. ഈ കാലയളവിൽ പോളിസി സറണ്ടർ ചെയ്യാൻ കഴിയുകയില്ല. ഇനി അങ്ങനെ ചെയ്താൽ പോലും സറണ്ടർ തുക തരുന്നത് ലോക്കിൻ കാലയളവ് പൂർത്തിയായതിനു ശേഷമായിരിക്കും. 2010 ജൂലൈക്ക് ശേഷം വിറ്റിട്ടുള്ള യുലിപ്പുകൾക്ക് IRDA 5 വർഷത്തെ ലോക്കിൻ സമയം നിർബന്ധമാക്കിയിട്ടുണ്ട്. മനസ്സിലായോ രഞ്ജൻ? ഓഹോ, ഈ ലോക്കിൻ കാലയളവിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പോളിസി വായിച്ചു നോക്കിയിട്ടില്ല. രഞ്ജൻ, എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ നീ പോളിസി നന്നായി വായിക്കണം. ലോക്കിൻ കാലയളവ്, കിഴിക്കപ്പെടുന്ന വിവിധ ചാർജുകളുടെ വിശദവിവരങ്ങൾ, പ്രീമിയം അടവ് സംബന്ധിച്ച കാര്യങ്ങൾ, നോമിനേഷൻ സൗകര്യം മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു. കാരണം ഭാവിയിൽ ഇക്കാര്യങ്ങളെക്കുറിച്ചും മറ്റും ഇൻഷുറൻസ് കമ്പനിയോടും ഏജന്റിനോടും പ്രത്യേകം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുമെന്ന് ഓർക്കുക. യുലിപ്പ് വാങ്ങുന്നതിന് മുൻപ് അതിന്റെ കൃത്യമായ സറണ്ടർ ശതമാനം എത്രയെന്ന് കാണുക. കൂടാതെ എല്ലാ ചാർജുകളുമടക്കം മൊത്തം തുക എത്ര വരുമെന്നും അറിയുക. ശേഷം കുറഞ്ഞ ചാർജുകളുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുക.